ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുഫ്നാസ് വേൾഡ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ട് ഞാനിവിടെ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. 2 എഗ്ഗ് വൈറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വൈറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ എടുക്കുക. എന്നിട്ട് ഞാനിതിൽ ആവശ്യത്തിന് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണോ എഗ്ഗ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 5 ടീസ്പൂണോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലോട്ട് ഒരു 2 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാം. വാനില എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എനിക്ക് ഏലക്കൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഏലക്ക ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ബീറ്റർ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് എന്താ പറയുക, കൂടുതൽ ചിലവുകളൊന്നുമില്ലാതെ തന്നെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ, ഒന്നുമില്ല, വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ, അത് വെച്ചിട്ട് തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം നമുക്ക് തയ്യാറാക്കാം. കേക്കിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം നമുക്ക് തയ്യാറാക്കാം. ഇപ്പോൾ നമുക്ക് ഷോപ്പുകളൊന്നും അവൈലബിൾ അല്ലല്ലോ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇതായിരിക്കും സിമ്പിൾ. ഞാൻ കൂടുതലും ഉണ്ടാക്കുന്നത് വിപ്പിംഗ് ക്രീമോ പൗഡറോ ഒന്നും വാങ്ങിച്ചിട്ടല്ല ഞാൻ ഉണ്ടാക്കുന്നത്. കേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ എഗ്ഗ് വെച്ചിട്ട് തന്നെ ഞാൻ തയ്യാറാക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം പോലെ തന്നെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ബീറ്റർ വർക്ക് ചെയ്യൽ കുറഞ്ഞിക്കണ്, നമ്മളെ ക്രീം ഇങ്ങനെ തിക്കായി വന്നിട്ട്. അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും, ബൈ.